ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ആ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുവാൻ, നടപ്പിലാകാൻ നമ്മൾ എന്ത് ചെയ്യണം. എല്ലാ മനുഷ്യരെക്കുറിച്ചും ദൈവത്തിനൊരു പ്ലാനുണ്ട്. പക്ഷെങ്കിൽ സത്യമായ കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ പ്ലാനുകളല്ല പലപ്പോഴും എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ പ്ലാനുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ആ വ്യക്തി ദൈവത്തിൻ്റെ പദ്ധതിയോട് വിധേയപ്പെടണം. നമ്മുടെ വിധേയത്വത്തിനനുസരിച്ചാണ് ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മിൽ പൂർത്തീകരിക്കപ്പെടുന്നത് നാം അനുവദിക്കുന്നതിലൂടെ മാത്രമാണ്. ദൈവം ഒരിക്കലും നമ്മളെ ഫോഴ്സ്ഫുള്ളി ഇന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കില്ല. ദൈവത്തിൻ്റെ ആ പദ്ധതിയോടെ നാം സമർപ്പിതരാണെങ്കിൽ മാത്രമേ ദൈവം അത് പൂർത്തീകരിക്കുകയുള്ളൂ. ചില മാസങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലെ ഒരു രാജ്യത്ത് ഞാൻ കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ കടന്നു വന്നു പ്രാർത്ഥിക്കാനായിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ബ്രദറെ, എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നന്നായി കാശുണ്ടാക്കി ഈ ഭൂമിയിലെ സുഖ സൗകര്യങ്ങളിൽ ആഡംബരങ്ങളിൽ ജീവിച്ചു തീർക്കുക എന്നുള്ളതാണ്. എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എൻ്റെ ജീവിതം മുമ്പോട്ട് നയിക്കാൻ ദൈവം എന്നെ അനുവദിക്കുന്നു, അതോ ദൈവം എന്നെ നിർബന്ധിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നു? ഞാൻ ആ മനുഷ്യനോട് സ്നേഹത്തോടെ പറഞ്ഞു, ഒരിക്കലുമില്ല. ദൈവം നിങ്ങളെ നിർബന്ധിച്ച് ആ വഴിയിലേക്ക് കൊണ്ടുവരില്ല. നിങ്ങൾ സമർപ്പിക്കുന്നു എങ്കിൽ മാത്രമേ ദൈവത്തിന് ആ വഴിയിലേക്ക് നിങ്ങളെ ചെന്നെത്തിക്കുവാൻ കഴിയുള്ളൂ. നിങ്ങൾക്കതിന് താല്പര്യമില്ല എങ്കിൽ ബോധിച്ച നിലയിൽ ജീവിക്കുവാനായിട്ട് കഴിയും. ദൈവം എല്ലാ മനുഷ്യർക്കും തിരഞ്ഞെടുക്കുവാനുള്ള സാധ്യത കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നാം സമർപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ സമർപ്പണത്തിനനുസരിച്ചാണ് ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ സമർപ്പണം ദൈവത്തിന് തൻ്റെ ഹിതത്തെ പൂർത്തീകരിക്കുവാനുള്ള ഒരു വാതിലാണ്. ആ വാതിൽ നാം തുറന്നു കൊടുത്താൽ ദൈവം നമ്മിൽ പ്രവർത്തിക്കും, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നമ്മിൽ നടക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവത്തോട് പറ, കർത്താവേ, അങ്ങയുടെ ഉദ്ദേശത്തിനായി ഞാൻ എന്നെ സമർപ്പിക്കും. അങ്ങയുടെ ഹിതം എന്താണോ അത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ നടപ്പിലാകുവാൻ, പൂർത്തീകരിക്കപ്പെടുവാൻ ഞാൻ ഏൽപ്പിച്ചു തരും. അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാമോ? ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് കേട്ടോ. യേശു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: പിതാവ് എന്നോട് പറഞ്ഞ വാക്കുകൾ മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുള്ളൂ. പിതാവ് എന്നിലിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തികൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരമുള്ള ഒരു സമർപ്പണത്തിന്റെ കീഴിലായിരുന്നു ജീവിച്ചത്. ഈ സമർപ്പണമാണ് പിതാവിന്റെ ഹിതം പൂർത്തീകരിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ കാരണമായി തീർന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവഹിതം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ സമർപ്പണം ആവശ്യമാണ്. സമർപ്പണം നമ്മുടെ പ്രാർത്ഥനയിലൂടെയും ജീവിതത്തിലൂടെയും ഓരോ ദിവസവും ദൈവത്തെ അറിയിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡോടെ നിർത്തുന്നു. നാളെ വീണ്ടും കാണാം.